ഇതൊക്കെ മറ്റേ ട്രക്കിങ്ങിന് വരുന്നവരെ ലഗേജും കൊണ്ട് പോകുന്ന കുതിരകളാ കേട്ടോ. അയ്യോ റൂട്ട് മാറി, നിന്റെ റൂട്ട് മാറി. എടാ ഇതാണോ? അങ്ങനെ പാസിനോട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി അനുഭവങ്ങളെന്ന് പറയും. അതിമനോഹരം. ലൈഫിൽ വൺ ടൈം അന്ത ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയ്ക്ക് അതിമനോഹര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വെറും ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ട്രക്ക് കയറിയത്. ആരെ സഹായം ഇല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട്. പക്ഷേ ഫാമിലിക്ക് ഇത് പറ്റില്ല അല്ലേ? അത്ര അഡ്വഞ്ചർ ആയിരിക്കണം. ആയിക്കണം. അപ്പോൾ മീൻസിന് നമുക്കെല്ലാം കുറേ ഈ കയറി വന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം കിടപ്പുണ്ടാവും, സ്വാഭാവികമാണ്. അതേ നമ്മുടെ കൂടെ വന്നല്ല, ഇവരെല്ലാം താഴെ വേറെ ഓൾറെഡി എത്തിയവരാണ്. നമുക്ക് അവർക്ക് എനിക്ക് വന്നത് ഗൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഗൈഡുകളോട് നമ്മൾ രക്ഷപ്പെട്ടു. അവരെ കൂടെ നമുക്ക് കയറിപ്പോം. എൻ്റെ യാത്രയിലുണ്ടല്ലോ, എവിടെ പോയാലും നല്ല 2-3 കൂട്ടുകാർ എപ്പോഴും കാണും. കേട്ടോ വാട്ടർഫാളിനോട് വന്നപ്പോഴും കൂട്ടുകാർ കേട്ടോ. എവിടെ പോയാലും ദൈവമൊക്കെ കുറച്ച് കൂട്ടുകാർ നമുക്ക് സെറ്റാണ്. ഒരു തണുപ്പ് എങ്ങനെ നിൽക്കുന്നു എനിക്കറിയാം. രണ്ടാമതുണ്ട് കേട്ടോ. തണുപ്പത്ത് ഭയങ്കര കളിയാട്ടോ. 3 പട്ടിക്കുട്ടന്മാരുണ്ട്. ഇവൻ നമ്മളിവിടുന്ന് രാവിലെ വന്നിട്ട് പകുതി നമ്മൾ ചായച്ചതാണ്. അത്യാവശ്യം പാവം കേട്ടോ, നല്ല പാവം കേട്ടോ. വേണ്ടത്തിന് മുട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് നല്ല തടിയാണ്. അതൊക്കെ മാന്തി ഇങ്ങനെ താഴെ നോക്കി വയ്ക്കുക. ക്യാമ്പ് ചെയ്ത് നേരെ കിട്ടും. നമ്മുടെ റൂമിൽ ഇതായിരുന്നു നമ്മുടെ ടെൻറ്റ്. പാപ്പിൻ്റെ ഹാസ് എഴുതിട്ടില്ല, ഇത് കിടക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് അവന്മാരുടെ ടെൻറ്റ്. എടാ എഴുന്നേക്കണം. അതാ അവിടെ പോകണം. അവന്മാർ പോയി കഴിഞ്ഞാൽ പിന്നെ മഴ തരത്തില്ല നമുക്ക്. കണ്ടോ, നമ്മളുടെ ഞങ്ങളുടെ ടെൻറ്റ് ഇതാണ്. ബാക്കിയുള്ളൊരു ടെൻറ്റ് എന്ന് പറഞ്ഞാൽ കാണുന്നത്. ഇവർ പാക്കേജ് വന്നേരം കേട്ടോ. പാക്കേജ് 7000 തൊട്ട് 10000 രൂപ പാക്കേജ് വരുന്നുണ്ട്.
ഞങ്ങൾ മാത്രം പാക്കേജിലല്ല, ഞങ്ങൾ വെറും 1500 രൂപ കൊടുത്താണ് വരുന്നത്. 1500 കൊടുത്തല്ല, നമ്മുടെ ഈ സാധനങ്ങളുടെ റെൻറ്റ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതും പൈസ ആകത്തില്ല. ടാക്സിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പാസ്, ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇവരിവിടെ ഈ പാക്കേജ് വന്നവർക്ക് ഈ ടെൻറ്റ് സാധനങ്ങളൊക്കെ ഈ കുതിരപ്പുറമെന്നോ കഴുതപ്പുറമെന്നോ അറിയില്ല, കുതിരപ്പുറമെന്ന് തോന്നുന്നു. കുതിരയുണ്ട്, കോർക്കഴുതയുണ്ട്. അപ്പോൾ അതിലാണ് ഈ ലഗേജ് എല്ലാം കൊണ്ടുപോകണ്ട. ഇത് കോർക്കഴുതയാണ്, ഇത് കുതിരയാണ്. അല്ല, ഇതിനകത്താണ് ലഗേജ് മൊത്തം കൊണ്ടുപോകുന്നത്. ഈ ട്രക്കിങ്ങിൻ്റെ സാധനമുണ്ട്, ഇത്രയും പേര് ട്രക്കിങ് അതെല്ലാം പാക്കേജ് വന്നേരം. അതുകൊണ്ടാണ് അവർക്ക് ഇതിൽ കയറി പോയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല, സുഖമായിട്ട് പോകും. നമ്മൾ മാത്രം നടന്ന് പോകണം. ഇതിൻ്റെ പുറത്തായിരിക്കും മിക്കവാറും പോകുന്നത്. ഞാൻ കരുതിയ ലഗേജ് മാത്രമേ ഇതിനകത്ത് കൊണ്ടുവന്നുള്ളായിരിക്കുന്നു. പ്രിൻസ് റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഒട്ടകവും കുതിരയൊക്കെ എത്ര വലിയ വെച്ചിട്ടാണ് പോകുന്നത്. കമോൺ മാൻ. ചുമ്മാ ഭയങ്കര മടിയന്മാരാണ്. കണ്ടോ പോടാ, ഇവിടെ ചുമ്മാ അങ്ങനെ 1 കിലോമീറ്റർ നടന്നപ്പോഴത്തേക്ക് ലഗേജും കൊണ്ട് നമ്മളുടെ പ്രിൻസ് തളർന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ ആഴ്ചയ്ക്ക് 94 കിലോ എൻ്റെ ബോഡി വെയിറ്റ്, പിന്നത്തെ ഇത്രയും ലഗേജ്. അപ്പോൾ എന്നെ സമ്മതിക്കണം അതെ. കണ്ടോ, ഞങ്ങളാണ് കൂടുതൽ വെയിറ്റ്. കണ്ടോ, ഞങ്ങൾക്ക് ഇതൊക്കെ ആനമേലൊട്ട പോകാൻ. വഴിയൊരു അപ്പനെ കണ്ടു. അപ്പനും എടുത്തുകാരനാണ്. നടന്ന വഴി ചെറിയൊരു വാട്ടർഫാൾ ക്രോസിംഗ് ഉണ്ട് കേട്ടോ, നോക്കാം. ഹൈസ് മെൽറ്റായിട്ട് വരുന്നു, വെള്ളമാണ് ഇങ്ങനെ പോകുന്നത്. നമ്മുടെ കൂടെ വന്നത് ഇത് താഴ്ന്ന് വരുന്ന വന്നുണ്ടോ. ഇങ്ങനെ ക്രോസ് ചെയ്യണ്ടേ, താഴ്ന്നാണ്
ആ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പണി. ഇതിനാ ഭാഗ്യം, ഇതിൻ്റെ ഒരു ഭാഗ്യം. നമ്മൾ പാസിൽ അപ്പുറത്ത് പോകണം. അങ്ങനെ പോകുന്നില്ല, ഇത് നമ്മൾ നോക്കണം ഇങ്ങനെ പോകാൻ പറ്റും നോക്കാം. ഇതൊരു പാറ്റ് മടക്കിയാണ്. എന്തായാലും നന്നിട്ടാണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ കരുതി. അത് മേലിൽ ഐസ് വെള്ളം നോക്കും. ഐസ് വെള്ളത്തിലാണ് നടക്കുന്നതാവും. അമ്മാതിരി തണുപ്പാണ്. രക്ഷയില്ല കാര്യം. ആ കോപ്പിൽ നിന്ന് ഐസ് മെൽറ്റായിട്ട് വരുന്ന വെള്ളം കേട്ടോ. നമ്മൾ സാധാരണ തോട്ടിക്കാരൻ്റെ വെള്ളം നല്ലത്. അങ്ങനെ നമ്മൾ പാലം ആദ്യം ലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് വരുന്നു. ഓൾറെഡി ട്രക്കിൽ പോയിട്ട് വരുന്നവരെല്ലാം ബാക്കിലുണ്ട്. നമ്മുടെ കൂടെ വന്നതെല്ലാം അവർ വരുന്നുണ്ട്. നമ്മുടെ പാർട്ടിയും കൂട്ടരൊക്കെ താഴെ നിന്ന് കയറി വരുന്നുണ്ടോ. നമ്മൾ ആ റിവർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ വന്നേക്കാണ്. തണുപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ മുകളിൽ മൊത്തം ഐസാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ ഐസ് മെൽറ്റായിട്ട് വരുന്ന വെള്ളമാണ്, അല്ലാതെ ഊറ്റൊന്നും അല്ല കേട്ടോ. കണ്ട അത്രയ്ക്ക് ഐസാണ്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് നമ്മൾ കാല് മുക്കി വരാനേ പറ്റത്തുള്ളൂ. ഇന്ന് വന്നപ്പോഴത്തേക്ക് കുറച്ച് ആശ്വാസമുണ്ട്. ഇത് നമുക്ക് റൂട്ട് അങ്ങോട്ട് എങ്ങനെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇനി നമ്മൾ ആ റൂട്ട് അങ്ങ് അറ്റം വരെ നമ്മൾ എത്തിയത്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ടീമുകൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകേണ്ട റൂട്ട് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, ഇത് വേണം നേരെ കയറിപ്പോയി. ഇത് അങ്ങൊരു മല ഉണ്ടോ, അതിനപ്പുറം നമ്മൾ പോകണേ. നമുക്ക് പോകുന്ന റോഡുകൾ വഴികളൊക്കെ ഇതാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അടുത്ത സ്ഥലം എവിടെ പറഞ്ഞാൽ ബേസ് ക്യാമ്പ് ബാലുക്കക്ക എന്ന് പറയുന്ന ബേസ് ക്യാമ്പിൻ്റെ അവിടെ എത്താറായി. അതിന് മുമ്പ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. എല്ലാവരും ക്ഷീണിച്ച് 2 ആപ്പിൾ രാവിലെ കഴിച്ചിട്ടുണ്ട്. ഒരു ആപ്പിൾ കഴിക്കാൻ നേരത്തി ഗ്യാസ് അവിടെ ഓഫായി. അപ്പോൾ കുറച്ച് ആപ്പിൾ കഴിച്ചിട്ട് നമുക്ക് യാത്ര വീട്ടിലാണ്. ആപ്പിളിന് വേണ്ടി അരി കൂടുന്ന ചെറ്റ വക്കീല് സ്ഥലം കണ്ട. നമുക്കിനി ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ പോകാൻ കൊണ്ട്. അവിടുത്തെ കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം, ലഞ്ച് കഴിക്കാം. ലഞ്ചിന് പറയാനൊന്നുമില്ല, ബ്രെഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. കല്ലം കൊണ്ട് അടിപൊളിയില്ലേ, കൊത്തി വെച്ചുകൊണ്ട് അല്ലേ കല്ലൊക്കെ. നമുക്കിവിടെ ഇറങ്ങി കുറച്ച് റെസ്റ്റ് എടുക്കാം. അവിടുത്തെ താഴെ നിന്ന് വരുന്നേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ വീണ്ടും പ്രകൃതി രമണീയായ സ്ഥലത്തൂടെ നമ്മളിങ്ങനെ പോകുന്നു. ഇവിടെ ആൾക്കാർ ടെൻ്റ് അടിക്കുന്ന സ്ഥലത്ത് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു ബേസ് ക്യാമ്പ് കാണുന്നുണ്ട് താങ്ങാൻ വേണ്ടി. അത് ഓൾറെഡി കണ്ടത് ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പകുതിയെത്തിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1:15 നമ്മളുടെ ഫസ്റ്റ് ഇവിടെ എനിക്ക് വന്നത് ബാക്കിയുള്ളവരൊക്കെ മറ്റേ ടീമുകളെല്ലാം ഇവിടെ ടെൻ്റ് അടിക്കാതിരിക്കും. അവനാ ചാൻസ്.
വേറൊരു ആംബിയൻസ് ഇവിടെ. അപ്പോൾ ഏകദേശം നമ്മൾ രണ്ടാമത്തിൻ്റെ അവിടെ എത്തി ഇത് വരുവായി കേട്ടോ. ഇപ്പം മൊത്തം ഏകദേശം ഒരു 8-9 കിലോമീറ്റർ കൂടുതൽ നമ്മളിപ്പോൾ നടന്നു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്താ പൊന്നോ, കാല് തണുത്ത് മരവിച്ചിരിക്കുകയാണ്. എന്താ പൊന്നോ, നമ്മളിത് കാണുന്നതായിരിക്കും ഇത് നൈസ് ചേച്ചി വെള്ളത്തിൽ കിടന്ന് നടക്കില്ലേന്ന്. അതൊന്നും അല്ല മോനെ. ഇതുകൊണ്ട് ആ മഴയുടെ ബോളി കണ്ടോ, അത് ഉരുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായിരിക്കും ചിന്തിക്കാമല്ലോ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കാല് കഴുകാനിരിക്കും, അത് പോണക്കിരിക്കും. ഇവിടെ കുറച്ച് പേര് ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ചെയ്യാൻ വേണ്ടിയാണ് അവരെ പ്ലാൻ. കാരണം രാത്രി ആകുമ്പോഴത്തേനല്ല, ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മേളത്തെ ഐസെല്ലാം ഉരുകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മേലോട്ട് കയറുമ്പം ഈ വാട്ടർ ക്രോസിംഗ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സമയം 12:45 ആയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇപ്പം എങ്ങും ആയില്ല. ഫസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്താൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങ് കണ്ടോ, അവിടെ ഫുള്ള് സ്നോയാണ്, ഐസ് ഫുള്ള്. നമ്മളിവിടെ നിന്ന് വേറെ ടീം അതേ താഴെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവർ റൂട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഗൈഡുണ്ട്. അവിടെ നമുക്ക് ചടന്ന് കരുതി, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇങ്ങോട്ട് സ്ഥലം പൊളിയല്ലേ. ബാക്കിയുള്ളതൊന്നും ബൈക്ക് വരുന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. സാധനം നമ്മളിതേ ലാസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇനി ഏതാണ്ട് 2-3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നമുക്കിനി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിത് ഇനിയാക്കേണ്ട ഐസ്മാരുടെ മുകളിലാണ്. അപ്പോൾ അതിപ്പം ഇനിയിപ്പോൾ കയറാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നൈറ്റ് സ്നോഫോൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐസ് മേളിൽ ടെൻ്റ് അടിച്ച് നമുക്ക് താമസിക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാണ്. നമ്മളുടെ പിന്നെ നമ്മളുടെ മുമ്പേ വന്ന ഗ്രൂപ്പിൻ്റെ പാക്കേജ് വന്ന ഗ്രൂപ്പില്ലേ, അവരും ഇവിടെ തന്നെ ടെൻ്റ് സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം നമുക്ക് ഇതൊരു ലേക്കാണ്, ചെറിയ ലേക്ക് പോലാണ്, വെള്ളമുണ്ട്, ഐസ് മേളിൽ നിന്ന് മെൽറ്റായി വരുന്നത് ഇവിടെയാണ് കാണുന്നത്. പക്ഷേ നമുക്കിവിടെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി വല്ല സ്നോഫോൾ വല്ല വന്നു കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞ് വാരി നമ്മളത് പണിയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും അടിക്കണം. അങ്ങനെ നമ്മൾ ഇപ്പോൾ സമയം ഏകദേശം 4:15 ഉള്ളൂ. നമ്മളിവിടെ എത്തി. ഇനി ഫുഡും കാര്യങ്ങളെല്ലാം നമുക്ക് ബ്രെഡും ജാമും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ നിവർത്തിയില്ല. ചോറൊക്കെ ഇനിയിപ്പം താഴെ മണാലിയെല്ലാം വന്നിട്ട് കഴിക്കാനുള്ള പ്ലാനുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ വന്നതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹംദ പാസ് ട്രക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഏജൻസി വഴി അല്ലാണ്ട് ട്രക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. റൂട്ടുകളും കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കും. നമുക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ. കാരണം പാക്കേജ് വഴി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും 7,000 രൂപ തൊട്ട് 11,000 രൂപ വരെ ആയിരിക്കും. അതായത് ചിലരാണെങ്കിൽ ഇവിടുന്ന് നേരെ ചന്ദ്രനാഥ് ലേക്ക് വരെ പോകും. അതായത് നമ്മൾ നേരത്തെ പോയ മെനിങ്ങാന്ന് പോയ സ്ഥലമാണ് ചന്ദ്രനാഥ് ലേക്ക്, ബത്തൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലമല്ലേ, അവിടെ പോയാൽ. അപ്പോൾ അവിടെ ഇതുവഴിയാണ് നമുക്ക് ഷോർട്ട് കട്ട് ചാടാൻ പറ്റും. ഇവിടെ ഏകദേശം ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹൈവേ ചെന്ന് ചാടാൻ പറ്റും. നമ്മൾ വന്ന വഴിയല്ല, വേറെ വഴി. അപ്പോൾ അതുവഴി വേണമെന്നവർക്ക് പോകണമെങ്കിൽ പോകാം. പാക്കേജുകൾ കൂടുതലും വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ചന്ദ്രനിലേക്കുണ്ട്, മണാലി ടു ഹംദ പാസ് ടു ചന്ദ്രനിലേക്ക്, അങ്ങനെ ആയിരിക്കും കൂടുതലും പാക്കേജുകൾ വരുന്നത്. നമ്മൾ പാക്കേജ് വരുന്നില്ല. നമുക്കിപ്പം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരാൾക്ക് കഷ്ടിച്ച് 500 രൂപ പോലും വന്നില്ല. ഫുഡിൻ്റെ ആ ഒരു ചപ്പാത്തിയും പിന്നെ ബ്രെഡും അങ്ങനെ സാധനം വാങ്ങിച്ചിട്ട് മാത്രം നമുക്ക് പൈസ ആയിരുന്നു. വേറെ പൈസ ഒന്നും നമുക്ക് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹംദ പാസ് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ട്രക്ക് ചെയ്തിട്ടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല എക്സ്പീരിയൻസ് വെച്ചാൽ കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതൊന്നും മാക്സിമം ട്രൈ ആയിരിക്കും. കാരണം നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും.
സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞുതരും. പക്ഷേ ഏജൻസി വഴി മാക്സിമം പോയിരിക്കും. ഏജൻസി വഴി പോയി കഴിഞ്ഞാൽ നല്ലതുപോലെ പൈസ ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. 7 to 15 രൂപ വെറുതെ അത്ര പൈസ ആളുണ്ടല്ലോ. പിന്നെ ഒന്നും അറിയണ്ട, ഇപ്പോൾ ഗൈഡിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈഡിൻ്റെ ആവശ്യമുണ്ടോ വേണ്ടേ എന്ന്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ടെൻറ്റ് സെറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ടെൻറ്റ് സെറ്റ് ഉണ്ടിരിക്കുമല്ലോ. ഇവിടെ ധാരാളം ആൾക്കാർ ടെൻ്റ് അടിച്ചിട്ടുണ്ടോ. നമ്മുടെ പുറകെ വന്ന ടീമിന് വേണ്ടിയിട്ടാണ് ഈ ടെൻ്റ് അടിച്ചേക്കുന്നത്. ഓൾറെഡി അവർ കുതിര വന്നിട്ട് പാക്കേജിലാണ്ട് കുതിര വന്നിട്ട് നേരത്തെ ടെൻ്റ് അടിച്ചിരും. ഇപ്പോൾ പുറകെ വരുന്ന ടീമുകൾ അവർ ഇവിടെ റെസ്റ്റ് എടുക്കും. അതാണ് സംഭവം. ഇത് ഇവരെല്ലാം കുക്കിംഗ് എല്ലാം ഉൾപ്പെടെയാണ്. നമുക്ക് പോകേണ്ടതേ അത് കാണുന്ന ഐസ് ഉണ്ടോ, അങ്ങോട്ടൊക്കെ നമുക്ക് പോകേണ്ടത്. നമുക്ക് ആദ്യമേ ഒന്ന് റെസ്റ്റ് എടുക്കാം. അങ്ങനെ നമ്മളുടെ സെക്കൻഡ് ഡേ ഹാഫ് ആയിരിക്കുകയാണ്. ഞാനീ ആദ്യമേ പോകുന്നു. ഇതാണ് രണ്ടാമത്തെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി നമ്മളുടെ കൂടെ ബാക്കി വന്നില്ലേ, അവരുടെ ആ ഒരു പാക്കേജിൽ വരുന്നവർക്ക് ഓൾറെഡി നേരത്തെ കുതിര വന്നിട്ട് ഒരു 3-4 പേര് വന്ന് ടെൻ്റ് അടിച്ചിരുന്നു. എന്നിട്ട് അവരിവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്യും. ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്ക് ഇവരോട് സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്താൽ അവർക്ക് 11,000 രൂപ ഞാൻ ചോദിച്ചപ്പോൾ 11,000 ആണ് പെർ ഹെഡ് ട്രക്കിങ്. അതായത് 4 ദിവസത്തേക്ക്. ചിലർ ഇവിടെ നമ്മൾ മണാലിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ നേരത്തെ പോയ ചന്ദ്രലേക്കില്ലേ, ഇപ്പോൾ ചന്ദ്രലേക്ക് പോകും. ഈ മലയ്ക്ക് അപ്പുറം ചന്ദ്രലേക്ക് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതല്ലാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വരുന്ന പോലെ തന്നെ തിരിച്ചിറങ്ങിപ്പോകാം. അപ്പോൾ ട്രക്കിങ്ങിന് പെർ ഹെഡ് 7,000 തൊട്ട് 11,000 ഉണ്ട്. 7,000 to 11,000 വരെ പാക്കേജ് വരുന്നുണ്ട്. ഫുഡും പിന്നെ ട്രക്കിങ് എക്യുപ്മെൻറ്റ്സും എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ചിലവായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും 7 പേർക്ക് കൂടി 1000 രൂപയായി ചിലവ്. കാരണം നമുക്ക് ചിലവായത് നമുക്ക് ഫുഡിൻ്റെ ആവശ്യമാണ്. എല്ലാവരും അത്യാവശ്യം ബ്രെഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചില്ലേ, ബ്രെഡ്, ജാം, പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ ബണ്ണ്, ചോക്ലേറ്റ്, അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചില്ല. നമ്മുടെ കയ്യിൽ അത്ര എക്സ്പെൻസ് അങ്ങനെ ആയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ആ ടീമെല്ലാം നോണ്ട് അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. കണ്ടാൽ കാണാം, അവർ ഇങ്ങോട്ട് വന്നിട്ടിരിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ അവർ വരുമ്പോഴേ എത്തുള്ളൂ, ഒന്നെങ്കിൽ ഇവിടെ സ്റ്റേ ആയിട്ട് രാവിലെ 6 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അതല്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ മാക്സിമം കയറാവുന്നിടത്തോളം ഞങ്ങളിപ്പോൾ കയറുന്നതായിരിക്കും നല്ലതെന്ന്. കാരണം അത്രയും പെട്ടെന്ന് നാളെ തന്നെ വൈകിട്ട് ഇറങ്ങിയാൽ നമുക്ക് നേരെ റൂമിൽ പോകാം. റൂമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നേരെ അടുത്ത ട്രിപ്പ്, അതായത് ഒന്നെങ്കിൽ മനാ വില്ലേജിലോട്ടായിരിക്കും പോകുന്നത്, അതല്ല ടൈം പോലെയാണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ ഡൽഹിക്ക് വിടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ നമ്മളിത് ഈ ഭാഗത്തോട്ട് ടെൻ്റ് അടിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. കാരണം നമ്മൾ എത്രത്തോളം മാക്സിമം അങ്ങ് ട്രക്ക് ചെയ്ത് കയറി പോകാമോ അത്രത്തോളം പോയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നാളെ നമുക്ക് തിരിച്ചിറങ്ങാം. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല കരുതി. അപ്പോൾ നമുക്കിനി നേരെ കുറച്ച് ടോപ്പിൽ സ്ഥലമുണ്ട് മേളിൽ. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്ത് എത്താൻ പറ്റും. ആ സ്ഥലത്ത് നമുക്ക് ടെൻ്റ് അടിക്കാമെന്നുള്ള പ്ലാനിലാണ്. ഇപ്പോൾ തന്നെ ആൾട്ടിറ്റ്യൂഡ് നല്ലപോലെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കയറി വന്ന പോലെ ഫാസ്റ്റായിട്ട് കയറി വരാൻ പറ്റില്ല. നമ്മൾ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ബാക്കിയുള്ള എല്ലാവരും ടെൻ്റ് അടിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് ടീം കൂടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അവിടെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി ഏകദേശം 1/2 കിലോമീറ്റർ ആവാറായി. ഞങ്ങൾ രണ്ടാമത്തെ ദിവസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ സമയം 4 മണി ആവാറായി. നമ്മൾ വന്നത് അങ്ങ് കാണുന്ന ഈ മലയുടെ അവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്നാണ് ഇവിടെ എത്തിയത്. മൊത്തത്തിൽ 12 കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞു.
സാധനം നമ്മളിത് ലാസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് ഇനി ഏതാണ്ട് 2-3 കിലോമീറ്റർ ഉള്ളൂ. നമുക്കിനി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിത് ഇനി ആ കയറേണ്ട ഐസ്മാരുടെ മുകളിലാണ്. അപ്പോൾ അതിപ്പം ഇനിയിപ്പോൾ കയറാൻ പറ്റില്ല, കാരണം ഇപ്പോൾ നൈറ്റ് സ്നോഫോൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐസ് മേളിൽ ടെൻ്റ് അടിച്ച് നമുക്ക് താമസിക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാണ്. നമ്മളുടെ പിന്നെ നമ്മളുടെ മുമ്പേ വന്ന ഗ്രൂപ്പിൻ്റെ പാക്കേജ് വന്ന ഗ്രൂപ്പില്ലേ, അവരും ഇവിടെ തന്നെ ടെൻ്റ് സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം നമുക്ക് ഇതൊരു ലേക്കാണ്, ചെറിയ ലേക്ക് പോലാണ്, വെള്ളമുണ്ട്, ഐസ് മേളിൽ നിന്ന് മെൽറ്റായി വരുന്നത് ഇവിടെയാണ് കാണുന്നത്. പക്ഷേ നമുക്കിവിടെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി വല്ല സ്നോഫോൾ വല്ല വന്നു കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞ് വാരി നമ്മളത് പണിയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും അടിക്കണം. അങ്ങനെ നമ്മൾ ഇപ്പോൾ സമയം ഏകദേശം 4:15 നമ്മളിവിടെ എത്തി. ഇനി ഫുഡും കാര്യങ്ങളെല്ലാം നമുക്ക് ബ്രെഡും ജാമും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ നിവൃത്തിയില്ല. ചോറൊക്കെ ഇനിയിപ്പം താഴെ മണാലിയെല്ലാം വന്നിട്ട് കഴിക്കാനുള്ള പ്ലാനുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ വന്നതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹംദ പാസ് ട്രക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഏജൻസി വഴി അല്ലാണ്ട് ട്രക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. റൂട്ടുകളും കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കും. നമുക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ. കാരണം പാക്കേജ് വഴി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും 7,000 രൂപ to 11,000 വരെ വാങ്ങിക്കും. അത് ചിലരാണെങ്കിൽ ഇവിടുന്ന് നേരെ ചന്ദ്രനാഥ് ലേക്ക് വരെ പോകും. അതായത് നമ്മൾ നേരത്തെ പോയ നനിങ്ങാന്ന് പോയ സ്ഥലമാണ് ചന്ദ്രനാഥ് ലേക്ക്, ബത്തൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലമല്ലേ, അവിടെ പോയാൽ. അപ്പോൾ അവിടെ ഇതുവഴിയാണ് നമുക്ക് ഷോർട്ട് കട്ട് ചാടാൻ പറ്റും. ഇവിടെ ഏകദേശം ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹൈവേ ചെന്ന് ചാടാൻ പറ്റും. നമ്മൾ വന്ന വഴിയല്ല, വേറെ വഴി. അപ്പോൾ അതുവഴി വേണമെന്നവർക്ക് പോകണമെങ്കിൽ പോകാം. പാക്കേജുകൾ കൂടുതലും വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ചന്ദ്രനിലേക്കുണ്ട്, മണാലി ടു ഹംദ പാസ് ടു ചന്ദ്രനിലേക്ക്, അങ്ങനെ ആയിരിക്കും കൂടുതലും പാക്കേജുകൾ വരുന്നത്. നമ്മൾ പാക്കേജ് വരുന്നില്ല. നമുക്കിപ്പം ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഒരാൾക്ക് കഷ്ടിച്ച് 500 രൂപ പോലും വന്നില്ല. ഫുഡിൻ്റെ ആ ഒരു ചപ്പാത്തിയും പിന്നെ ബ്രെഡും അങ്ങനെ സാധനം വാങ്ങിച്ചിട്ട് മാത്രം നമുക്ക് പൈസ ആയിരുന്നു, വേറെ പൈസ ഒന്നും നമുക്ക് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹംദ പാസ് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ട്രക്ക് ചെയ്തിട്ടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല എക്സ്പീരിയൻസ് വെച്ചാൽ കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതൊന്നും മാക്സിമം ട്രൈ ആയിരിക്കും, കാരണം നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞുതരും. പക്ഷേ ഏജൻസി വഴി മാക്സിമം പോയിരിക്കും. ഏജൻസി വഴി പോയി കഴിഞ്ഞാൽ നല്ലതുപോലെ പൈസ ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. 7 to 15 രൂപ വെറുതെ അത്ര പൈസ ആളുണ്ടല്ലോ. പിന്നെ ഒന്നും അറിയണ്ട, ഇപ്പോൾ ഗൈഡിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈഡിൻ്റെ ആവശ്യമുണ്ടോ വേണ്ടതുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടെൻറ്റ് സെറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ടെൻറ്റ് സെറ്റ് ഉണ്ടിരിക്കുമല്ലോ. ടെൻറ്റ് സെറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മുടെ ഗ്യാസൊന്നും അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇവിടുത്തെ തള്ളു മാത്രമേ ഉള്ളൂ കേട്ടോ. ആരൊക്കെയോ എന്തൊക്കെയോ ഒന്ന് ആസിഫിക്കാന്നോ എന്താണ്ടൊക്കെ ഒന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ കണ്ണാടി വരിട്ടില്ല. കണ്ടോ അവൻ്റെ പ്രതികാരം കണ്ടോ അവനെ. സ്വാഭാവികം. ഊരിജില്ലേ? ഊരി 10 മണിക്ക് ഊരി. അതെ, അപ്പോൾ പിന്നെ പറഞ്ഞില്ലേ. അവിടെ നടുവിലൊന്നും ഉയർത്തണോ? ഇല്ല അങ്ങനെ എടുത്തല്ലേ. Closed doors, I'm a fool for your love.